ആഹാരം കഴിക്കണേ തന്നെ ഇന്ന് ജോലിക്ക് പോകണം. ഓക്കെ, ഇന്ന് ജോലിക്ക് പോയി കിട്ടുന്ന പൈസയ്ക്ക് ഇവർക്ക് നാളെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഒരു പാവം മനുഷ്യന്റെ ലൈഫിലോട്ട് കയറി ചെന്ന് അവന്റെ ആ വരുമാന മാർഗത്തെ ഇല്ലാതാക്കിയപ്പോൾ നിനക്ക് എന്ത് കിട്ടിയടി? എന്ത് കിട്ടി? സോഷ്യൽ മീഡിയയിൽ വന്ന 2 ഫോളോവേഴ്സോ? അതുകൊണ്ട് നീ എന്ത് നേടി ലൈഫിൽ? വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്ന് ചേട്ടന്മാർ കൊടുക്കാം. നിന്റെ ലൈഫിൽ ഹാപ്പിയാണോടി? ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗം നിർത്തിയപ്പോ നീ ഹാപ്പി ആയോടി? എടി എന്താ പറയാനുള്ളത്? പാവം മനുഷ്യന്റെ കഞ്ഞൂടിയാണ് നീ മുട്ടിച്ചത്. വെറും ചീപ്പ് മൂമ്പിത്തരം കാണിച്ചിട്ട്.